ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 നോ അവർ ലാൻഡ് എന്ന പാഠഭാഗത്തെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കിയാലോ. വാട്ടർ സോഴ്സസ് ഓഫ് കേരള. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്? ഏതെല്ലാമാണ്? റിവേഴ്സ്, വെൽസ്, സ്ട്രീംസ്, പോണ്ട്, ട്യൂബെൽസ്, ലേക്സ്, സ്പ്രിങ്സ്. List out the rivers in Kerala observing the Kerala river map kept in your school science lab. Classify the river flowing eastward and westward. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലുള്ള നദികളെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികളായി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. റിവേഴ്സ് ഫ്ലോയിങ് വെസ്റ്റ്വേർഡ്: മഞ്ചേശ്വരം പുഴ, ഉപ്പളപ്പുഴ, ശിരിയാർ, ബൊങ്ക്രാൽ, ചന്ദ്രഗിരി, ചിറ്റാരി, നീലേശ്വരം, കാര്യങ്കോട്, കൗവായി, പെരുവമ്പ, രാമപുരം, കുപ്പം, വളപട്ടണം, അഞ്ചരക്കണ്ടി, തലശ്ശേരി, മാഹി, കുറ്റ്യാടി, കൂറപ്പുഴ, കല്ലായി, ചാലിയാർ, കടലുണ്ടി, തിരൂർ, ഭാരതപ്പുഴ, കീച്ചേരി, പുഴക്കൽ, കരുവന്നൂർ, ചാലക്കുടി, പെരിയാർ, മൂവാറ്റുപുഴ, മീനച്ചിൽ, മണിമല, പമ്പ, അച്ചൻകോവിൽ, പള്ളിക്കൽ, കാലട, ഇത്തിക്കര, അയ്യൂർ, വാമനപുരം, മാമോം, കരമന, നെയ്യാർ. അടുത്തത് റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്വേർഡ്: കബനി, ഭവാനി, പമ്പ. Features of Kerala's rivers. Kerala has 44 rivers. They originate from the Western Ghat. 41 rivers flow towards the west. 3 rivers, the Kabani, the Bhavani and the Pambar, flow towards the east. The Periyar is the longest river in Kerala. Manjeshwaram Pura is in Kasaragod district is the shortest river in Kerala. Next, prepare placard of water conservation message and organize a rally for water conservation. Prepare a speech about the importance of rainwater harvesting. ആദ്യം നമുക്ക് പ്ലക്കാർഡ് നോക്കാം. നോ വാട്ടർ നോ ലൈഫ്. ചെക്ക് ഡാംസ് ആൻഡ് റെയിൻ പിറ്റ്സ് ആർ പാത്സ് ടു വാട്ടർ കൺസർവേഷൻ. നെക്സ്റ്റ്, ലെറ്റ്സ് മേക്ക് ഫ്ലോയിങ് വാട്ടർ സിറ്റ് ലൈ ഡൗൺ ആൻഡ് സീപ്പ് ഇൻ ടു ദ എർത്ത്. അടുത്തത്, എലോങ് വിത്ത് എ വെൽ ഇറ്റ്സ് ഹാവ് എ റീചാർജ് പിറ്റ്. മഴവെള്ള സംഭരണിയുടെ ആവശ്യകതയെ കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സ്പീച്ചിന് വേണ്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. വാട്ടർ കൺസർവേഷൻ എയിംസ് ടു സസ്റ്റൈനബിളി മാനേജ് ഫ്രഷ് വാട്ടർ റിസോഴ്സസ്, പ്രൊട്ടക്ട് വാട്ടർ ഷെഡ്സ് ആൻഡ് മീറ്റ് ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി. നെക്സ്റ്റ്, as less than 1% of the world's water is fresh water, ensuring water availability for future generation is a primary goal. അടുത്തത്, rainwater harvesting is one strategy for water conservation. Digging ponds, lakes and canals, developing water reservoirs and installing rainwater harvesting system and purification system in homes are various methods of collecting rainwater. Next, addressing water scarcity has become an increasingly challenging problem. Benefits of rainwater harvesting systems: low cost and helps reduce water bills, reduce water demand, decreases the need for imported water, promotes water and energy conservation, improves the quality and quantity of groundwater. നെക്സ്റ്റ്, ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഓഫ് കേരള. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ ക്രോപ്പ് ഷോൺ ഇൻ ദ പിക്ചർ? എന്താണ് പിക്ചറിൽ കാണുന്നത്? ദ ക്രോപ്പ് മെൻഷൻ ഇൻ ദ പിക്ചർ ആർ റൈസ്, റബ്ബർ, കോക്കനട്ട് ആൻഡ് ടീ. Identify the physiographical divisions in which each of these crop is cultivated. Why is tea not cultivated in all topographical sections in Kerala? Rubber cultivation is generally not seen in coastal areas. What would be the reason? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വിളകളിൽ ഓരോന്നും കൃഷി ചെയ്യുന്ന ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷനുകൾ തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത്? തീരപ്രദേശങ്ങളിൽ റബ്ബർ കൃഷി പൊതുവെ കാണാറില്ല. എന്തായിരിക്കും കാരണം? അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനം ചെയ്ത് നോക്കാം. The choice of crops in a particular region is determined by the
Specific characteristics of the physiographical divisions. Rice cultivation is commonly found in coastal areas which require sufficient water. On the other hand, crops like coconut and rubber are more commonly found in the midland. Rice cultivation is also practiced in water-rich areas of the Midland. However, crops like tea are cultivated in highland and crops like rubber and coffee are also found in the highland. Coastal areas generally do not have crops like rubber. The reason for this is the unique nature of the soil in these areas. The soil in the Midland and highland is suitable for rubber cultivation. It's not possible to cultivate rubber in the sandy soil of coastal areas. Next, observe and list out the major crops grown in your area. ഏതെല്ലാമായിരിക്കും? റബ്ബർ, കോക്കനട്ട്, മാംഗോ, ബനാന, കോഫി, ടാപ്പിയോക്ക, paddy, elephant yam. Next, list out the major crops of highland, midland, and coastal regions. Identify and write the essential factors that come together to ensure the agricultural prosperity of an area. അപ്പം എന്താ വരിക? ഹൈലാൻഡ് ടീ, കോഫി, കാൻഡമോം, ക്ലോവ്സ്, കോക്കനട്ട്. നെക്സ്റ്റ് മിഡ്ലാൻഡ് റബ്ബർ, കോക്കനട്ട്, കോഫി, പാഡി. നെക്സ്റ്റ് കോസ്റ്റൽ റീജിയൻ കോക്കനട്ട്, പാഡി, സീസെയിം, ട്യൂബർ ക്രോപ്സ്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി: ഫെർട്ടൈൽ സോയിൽ, quality seeds, human resources, suitable climate, irrigation facilities, modern technology. Next, what are the employments prevalent in your area? Fish farming, duck farming, honey collection, rubber tapping, driving, trading. Next question, investigate and make notes on the changes brought about by modern technology in agriculture and traditional occupations. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കാർഷിക, സാംസ്കാരിക, പരമ്പരാഗത തൊഴിലുകളിൽ ആധുനിക സാങ്കേതിക വിദ്യ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. Hydroponics, terrace farming, and microgreens are some of the modern agricultural methods that utilize advanced technologies. ഹൈഡ്രോപോണിക്സ്, ടെറസ് ഫാമിംഗ്, മൈക്രോഗ്രീൻസ് എന്നിവ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്ന ചില ആധുനിക കാർഷിക രീതികളാണ്. ആദ്യത്തേത് ഹൈഡ്രോപോണിക്സ്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റീഡ് ഓഫ് സോയിൽ. ത്രൂ ദ plants grow in nutrient solution. Materials like core, pebbles and thermocol are used to anchor the plants. ഹൈഡ്രോപോണിക്സ് മണ്ണിന് പകരം പോഷക ലായനികളിൽ ചെടികൾ വളർത്തുന്ന രീതിയാണിത്. പോഷക ലായനികളിലാണ് ചെടികൾ വളരുന്നതെങ്കിലും ചകിരി, ഉരുളൻ കല്ലുകൾ, തെർമോകോൾ തുടങ്ങിയ വസ്തുക്കളാണ് ചെടികൾക്ക് നങ്കൂരമിടാൻ ഉപയോഗിക്കുന്നത്. Next, terrace farming. Terrace farming is the process of cultivating crops on terrace cut into the slopes of hills or mountains. ടെറസ് ഫാമിംഗ് പ്രക്രിയ കുന്നുകളുടെ, പർവ്വതങ്ങളുടെ ചെരുവുകളിൽ ടെറസുകളിലായിട്ടാണ് വിളകൾ കൃഷി ചെയ്യുന്നത്. അടുത്തത് മൈക്രോഗ്രീൻസ്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗ്രോയിങ് certain specific crops for a few days only and then using them for food. They contain 5 times more nutrient than fully grown plants. Red spinach, green spinach, mustard, coriander, fenugreek, etc. can be grown this way. Places that receive direct sunlight have low humidity and good air circulation and suitable for this. If grown indoors near a window is the best place. Trays and earthen pots and holes at the bottom can be used to grow microgreens. A mixture of compost, organic manure, cow dung and coir path can be used as growing medium. മൈക്രോഗ്രീൻസ് ചില പ്രത്യേക വിളകൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം വളർത്തി ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന രീതിയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ചെടികളേക്കാൾ 5 ഇരട്ടി പോഷകങ്ങൾ അവയിൽ അടങ്ങിയിട്ടുണ്ട്. ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയവ ഇങ്ങനെ കൃഷി ചെയ്യാം. സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നതും കുറഞ്ഞ ഈർപ്പം ഉള്ളതും നല്ല വായു സഞ്ചാരമുള്ളതുമായ സ്ഥലങ്ങൾ ഇതിന് അനുയോജ്യമാണ്. മൈക്രോഗ്രീനുകൾ വളർത്താൻ
ട്രേയും മൺചട്ടികളും അടിയിൽ ദ്വാരങ്ങളുള്ളതും ഉപയോഗിക്കാം. കമ്പോസ്റ്റ്, ജൈവവളം, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവയുടെ മിശ്രിതം വളരാനുള്ള മാധ്യമമായി ഉപയോഗിക്കാം. നോ അവർ ലാൻഡ് എന്ന പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മിന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.